എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിലെ പിതാവും മക്കളും 2-ാം ഭാഗം. സ്വർഗസ്ഥനായ പിതാവാം ദൈവം നമ്മെ സ്നേഹിക്കുന്ന പിതാവായിരിക്കുന്നത് പോലെ നാമും നമ്മുടെ മക്കളെ സ്നേഹത്തിൽ വളർത്തുവാൻ പൗലോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നു. അധികാരം അനാവശ്യമായ ശകാരത്തിനുള്ള ഉപാധിയാക്കരുത്. മക്കളിൽ എന്തിനും കുറ്റം കണ്ടുപിടിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് മൂലം അവരിൽ വെറുപ്പും വിദ്വേഷവും അനാദരവും ഉണ്ടാക്കുന്ന ഭോഷന്മാരായ മാതാപിതാക്കളെ പോലെയാകാതെ സ്നേഹത്തിലും കരുതലിലും ഉപദേശിച്ച് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്തുകയാണ് ഒരു കുടുംബത്തിൽ പിതാവിൻ്റെ കർത്തവ്യം. കുടുംബത്തിൽ അച്ചടക്കം നിലനിർത്തുവാൻ ബാലശിക്ഷ ആവശ്യമാണെന്ന് അപ്പോസ്തലൻ കരുതുന്നു. പക്ഷേ ഇത് മാനസികമോ ശാരീരികമായ പീഡനമെന്നല്ല, പരിശീലനം, മുന്നറിയിപ്പ്, പ്രബോധനം എന്നർത്ഥമാണ് ഇതിനുള്ളത്. ക്രിസ്തീയ ജീവിത പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനുഷിക ബന്ധങ്ങളും ദൈവിക ബന്ധങ്ങളും പാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, പ്രയോജനം, അവ പാലിക്കപ്പെടാതിരുന്നാലുള്ള അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എന്നീ വിധമുള്ള ഉദ്ബോധനത്തിൻ്റെ സ്നേഹശിക്ഷണ രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ചുരുക്കത്തിൽ, മക്കളോടുള്ള മാതാപിതാക്കളുടെ ഇടപെടലിൽ കൂടി അവർ സ്വർഗീയനായ പിതാവാം ദൈവത്തെ മുന്നാസ്വദിക്കുവാൻ ഇടയായിത്തീരണം. മക്കൾ എന്നതിനിവിടെ ഉപയോഗിക്കുന്നത് ടെക്ന എന്ന ഗ്രീക്ക് വാക്കാണ്. ശിശു എന്നാണ് ഇതിനർത്ഥം. മാമോദീസ ഏറ്റ സഭാംഗത്വം സ്വീകരിച്ച ശിശുക്കൾ സഭയിൽ ഉണ്ടായിരുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ തന്നെ വിശുദ്ധ യോഹന്നാനും സഭാംഗങ്ങൾക്കുള്ള പ്രബോധനത്തിൽ കുഞ്ഞുങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇതേ പദം കൊണ്ട് തന്നെയാണ്. 1 യോഹന്നാൻ 2:1, 12:28. ക്രിസ്തു വിശ്വാസികളെ പൊതുവായി പൈതൃക സ്നേഹത്തിൽ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നതിന് പകരം ഓരോരുത്തരെയും പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. കുഞ്ഞുങ്ങളെ, നിനക്ക് നന്മയുണ്ടാകുവാനെന്ന് ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതമായ ഈ ബന്ധങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ എന്നും ഉണ്ടായിരിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.